ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഒരു അടിപൊളി മുട്ട ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമ്മുടെ മൺചട്ടിക്കകത്തെ ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. അപ്പം ഇതിൻ്റെ പ്രോസസ്സ് ഫസ്റ്റ് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് സവാള ബ്രൗണിഷ് കളറിൽ വറുത്ത് ഒരു സൈഡിൽ മാറ്റി വെക്കുക. അതിനുശേഷം നമുക്ക് മെയിനായിട്ടുള്ള കാര്യങ്ങളിലോട്ട് കിടക്കാവേ. അപ്പോൾ ഞാൻ സവാള ബ്രൗണിഷ് കളറാക്കി അത് സൈഡിൽ മാറ്റി വെച്ചു വറുത്തിട്ട്. ഇനി ഞാൻ ചട്ടി ചൂടാക്കാൻ വെച്ചു. അതിൽ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് സ്പൈസസ് നമ്മുടെ കയ്യിൽ ഏതൊക്കെയുണ്ടോ അതൊക്കെ നമുക്കിടാം. ഞാനിപ്പം കുരുമുളക്, പട്ട, ഗ്രാമ്പൂ, അപ്പോൾ ഇത് മൂന്നും കൂടാണ് ഇട്ടിട്ട് ഞാനൊന്ന് വറുത്തെടുക്കുക. അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. അത് നല്ലതായിട്ട് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചച്ചുവ മാറുന്നിടം വരെ നന്നായിട്ട് വറുത്തെടുക്കണേ. അതിന് ശേഷം വേണം നമുക്ക് സവാള ഇട്ട് കൊടുക്കാൻ. ഇനി ഞാൻ സവാളയും തക്കാളിക്കയും പച്ചമുളകും പിന്നെ മല്ലിയിലയും പുതിനയിലയും എടുത്ത് വെച്ചിട്ടുണ്ടേ. അപ്പം ഉള്ളിയല്ല വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിന് ശേഷം പച്ചമുളകും സവാളയും കൂടി ഇട്ട് കൊടുക്കുവാണേ. സവാള പെട്ടെന്ന് വഴണ്ട ഞാൻ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും. അപ്പം പെട്ടെന്ന് നമുക്ക് വഴണ്ട് കിട്ടും. ഇത് ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഡിഷാണ്. ഇപ്പോൾ ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ടൊമാറ്റോ ഇട്ട് കൊടുക്കുക. ടൊമാറ്റോ നല്ലതായിട്ട് വഴണ്ടതിന് ശേഷം നമുക്ക് മസാല ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഇതൊന്ന് വഴണ്ട് വരട്ടെ. അതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. തക്കാളിയും നല്ലതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ മുളക് പൊടി എനിക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഗരം മസാല അത് ഞാൻ വീട്ടിൽ പൊടിച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഈസ്റ്റേണിൻ്റെ ബിരിയാണി മസാലയാണ് ഞാൻ ചേർക്കുന്നത്. മല്ലിപ്പൊടി ചേർക്കുന്നില്ല, ഈസ്റ്റേണിൻ്റെ ബിരിയാണി മസാലയും കൂടെ ചേർക്കുക. അതിന് ശേഷം ഒരു കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുക. തൈര് ഇതിൽ മെയിനായിട്ട് ചേർക്കണം, ഇല്ലെങ്കിൽ ആ ബിരിയാണിയുടെ ടേസ്റ്റ് വരത്തില്ല. തൈര് മസ്റ്റായിട്ടും ചേർക്കണേ. അപ്പോൾ ഞാൻ ഒരു കപ്പ് തൈരും കൂടെ ചേർത്ത് തീ കുറച്ച് വെച്ചിട്ട് വേണം തൈരും കൂടെ ചേർത്തതിന് ശേഷം ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക, ആ അരപ്പെല്ലാം ഒന്ന് മിക്സ് ആവാൻ വേണ്ടി. പിന്നെ നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. മുട്ട വേണമെങ്കിൽ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തിട്ടിടാം. പക്ഷെ അങ്ങനെ ഇടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മുട്ട റബ്ബർ പോലെ ആവുമേ, കുറച്ച് സോഫ്റ്റ്നെസ് പോവും. അപ്പോൾ ഞാനിത് വറുത്തൊന്നുമില്ല, അങ്ങനെ തന്നെ ഇടുക. കുറച്ചൊന്ന് അതിൻ്റെ മണ്ടയ്ക്ക് കുറച്ചൊന്ന് കത്തി വെച്ചൊന്ന് കീറിയിട്ട് ഇട്ടോ. അപ്പോൾ അതിനകത്തോട്ട് മസാലയും പിടിക്കും. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഒന്ന് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കാൻ വെക്കുക, അടച്ച് വെക്കുവാണ്. ഇട്ട പൊടികളും എല്ലാം അത് കറിയിലായി, ഉള്ളിയിലും തക്കാളിക്കലും ഒക്കെ ഒന്ന് പിടിച്ച് മസാല. അതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന ചോറ് ഞാൻ തിളച്ച വെള്ളത്തിൽ അരിയിട്ടിട്ട് കുറച്ച് ഉപ്പും നെയ്യും കൂടെ ഒഴിച്ച് പിന്നെ ആ വെള്ളം ഊറ്റിക്കളയുക ചെയ്തത്. ഇനി നമുക്ക് ആദ്യം വറുത്ത് വെച്ച ഉള്ളി ഉണ്ടല്ലോ ബ്രൗൺ കളറിൽ, അതും കൂടി ഇട്ട് ലെയറാക്കി നമുക്ക് പുതിനയിലയും മല്ലിയിലയും കൂടി ഇട്ട് നമുക്ക് സെറ്റ് ചെയ്യാവേ ബിരിയാണിക്ക്. ഇപ്പം ദമ്മൊന്നും ഇടുന്നില്ല, ഞാനിങ്ങനെ തന്നെ ചെയ്യുക, പെട്ടെന്ന് ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ ലാസ്റ്റിൽ ഉള്ളി പുതിനയിലയെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് നമുക്ക് ചെറിയ തീയിലൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരുപാട് ഓയിലും നെയ്യും ഒന്നും ഒഴിച്ചിട്ടില്ല, ടേസ്റ്റിനൊന്നും കോംപ്രമൈസും ഇല്ല.
നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കുകയും ചെയ്യാവേ. അപ്പോൾ ഞാൻ അടച്ചു വെച്ചിട്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. നല്ലൊരു മണമാണ് വരുന്നത് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ചിക്കനും ഇതേ പ്രോസസ്സിൽ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.